ലൂസി, ശ്രീനിയുടെ ഗ്ലാസ്. ശ്രീനി സാറിന് നല്ല ഫോമിലാണല്ലോ. പണ്ടൊറ്റ പെഗായിരുന്നു കണക്ക്. എന്താ ശ്രീനി ഇത്? എനിക്കെന്റെ ദുഃഖം പങ്കിടാൻ ആരുമില്ല. എനിക്കൊന്ന് പൊട്ടിക്കരഞ്ഞ് എന്റെ മനസ്സിന്റെ ഭാരം ഒഴിവാക്കാൻ ഒരിടവില്ല. താനെന്താ കൊച്ചുകുട്ടികളെ പോലെ? എനിക്ക് ആരുമില്ല സുഹൃത്തെ, ആരുമില്ല. ഡോണ്ട് ബി സില്ലി. ശ്രീനിക്ക് മോളില്ലേ, അനിയനില്ലേ, പിന്നെ ഞങ്ങളൊക്കെ ഇല്ലേ? എഴുന്നേക്കാൻ ഓ, ആ മുറി പോയി കിടക്ക്. വേണ്ട, ഞാൻ ഇവിടെ കിടന്നോളാം. നിന്റെ അച്ഛൻ എസ്റ്റേറ്റ് ഉടമ, നിന്റെ അമ്മ കോടീശ്വരപുത്രി, നീ അവരുടെ ഏക സന്താനം. അതിന്റെ മുമ്പിൽ നിനക്ക് ഞാൻ വെറും ഒരു വാലാട്ടുന്ന പട്ടി മാത്രം. പക്ഷെ അത് ഈ വീട്ടിൽ നടക്കുമെന്ന് വിചാരിക്കണ്ട. ഞാൻ വളർത്തു പറ്റിയൊന്നുമല്ല, മനുഷ്യ സ്ത്രീയാണ്. ഞാനും ഒരു മനുഷ്യനാണ്, സഹിക്കാവുന്നതിന് ഒരു പരിധിയുണ്ട്. വാ, നമുക്ക് ആ മുറി പോയി കിടക്കാം. സ്വന്തം ഭാര്യയെ ബലാത്സംഗം ചെയ്യാതിരിക്കാനുള്ള മാനസിക സംസ്കാരം എനിക്കുണ്ട്. നീ ആഗ്രഹിക്കാതെ, നിന്റെ സമ്മതമില്ലാതെ നിന്റെ ദേഹത്തിന്റെ വിരൽത്തുമ്പ് പോലും സ്പർശിക്കില്ല. ഓ, പോയി കിടക്ക. I said go to our bedroom. When I don't like, why should I? You. ഇന്നത്തെ ഭാവം കണ്ടിട്ട് എനിക്ക് വല്ലാതെ തോന്നുന്നു. നിങ്ങൾ അവിടം വരെ ഒന്ന് പോയി നോക്ക്. അയാൾ എന്ത് ചെയ്യാനാ? എത്രയെന്ന് വെച്ചാ സഹിക്കുന്നത്? എല്ലാ മനുഷ്യന്റെയും സഹനശക്തികൾ അതിലില്ലേ? അച്ഛനും അമ്മയ്ക്കും കൂടി ഒറ്റ മോളാ വിമല. പിന്നെ ഇഷ്ടം പോലെ പണവും. ലാളിച്ച് വളർത്തിയതിന്റെ കുഴപ്പമാ. നമ്മളെയൊന്നും അച്ഛനന്മാർ ലാളിച്ചല്ലായിരിക്കും വളർത്തിയത്. ഒന്ന് പോടും. എന്തെങ്കിലും ആവട്ടെ, ഇനി അത് പറഞ്ഞ് നമ്മൾ തമ്മിൽ പിണങ്ങണ്ട. നമ്മൾ തമ്മിൽ പിണക്കോ? ആ എടി ഭാര്യയെ, ഇതുവരെ നമ്മൾ തമ്മിൽ പിണങ്ങിയിട്ടുണ്ടോ? ഇല്ല. ഇനി പിണങ്ങുവോ? ഇല്ല. ഉറപ്പല്ലേ? ഉറപ്പ്. ഒന്ന് ചെന്ന് നോക്കി. നമ്മൾ അന്വേഷിക്കാതിരിക്കുന്നത് ശരിയല്ല. ചെന്ന് നോക്കാം, പക്ഷേ ഒന്നിലും അഭിപ്രായം പറയാൻ എന്നെ കിട്ടില്ല. ചെല്ല്. കുഞ്ഞൊന്ന് ചെല്ലി. ഒറ്റയ്ക്കാ ജീപ്പെടുത്ത് പോയത്. നല്ലപോലെ കുടിച്ചിട്ടുമുണ്ട്. എവിടെയെന്ന് വെച്ചാൽ ഞാൻ അന്വേഷിക്കുക. ഈ രാത്രി എവിടെ പോകാനാ? എന്താ സതീഷ്? എന്താടോ പീറ്റർ? ഇനി കുഞ്ഞ് ജീപ്പെടുത്ത് എങ്ങോട്ടോ പോയി. നാളെ നേരം വിളിക്കുമ്പം വല്ല കൊക്കയിലും ചത്തു കിടക്കുന്ന കാണാം. സതീഷ്, എന്റെ ചേട്ടൻ ചത്താ നിങ്ങൾക്ക് എന്താ സങ്കടം? നിങ്ങൾക്കൊന്നുമില്ല. നിങ്ങൾക്ക് വീണ്ടും കല്യാണം കഴിക്കാം. നഷ്ടപ്പെടുന്നത് എനിക്കാണ്. എനിക്ക് അച്ഛനില്ല, അമ്മയില്ല. എനിക്കെല്ലാം എന്റെ ചേട്ടനാണ്. കൂൾ ഡൗൺ മൈ ബോയ്. എന്തൊക്കെയാ നീ പറയുന്നത്? മൂക്കറ്റം കുടിച്ചിട്ട് അയാൾ ജീപ്പെടുത്തോണ്ട് പോയത്. ഇവിടെ ഇരുന്ന് കുടിക്കാതിരിക്കാൻ പറ്റുമോ? ഈ അന്തരീക്ഷത്തിൽ മറ്റു വല്ലവരും ആയിരുന്നെങ്കിൽ വിഷം കഴിച്ചേനെ. എത്ര കാലമായി ഞാനിത് കാണുന്നു. പാവം, രാത്രി കിടക്കയിൽ ഒറ്റയ്ക്കിരുന്ന് കരയുന്നത് ഞാനല്ലേ ദിവസവും കാണുന്നത്? എല്ലാത്തിനും കാരണം ഞാനാണ്. എന്താ അല്ലേ? ഇങ്ങനെ പറഞ്ഞു നിൽക്കാനുള്ള നേരമല്ലത്. കുഞ്ഞ് പോയെന്ന് അന്വേഷിക്കും. വരൂ സതീഷ്, ഞാനും കൂടെ വരാം. ശ്രീനി പോകാൻ ഇടയുള്ള സ്ഥലത്തൊക്കെ നമുക്ക് തിരക്കാം. ഈ രാത്രി അങ്കിൾ വരണ്ട, ഞാൻ പോകാം. എവിടെ ഉണ്ടെങ്കിലും ഞാൻ ചേട്ടനെ കൊണ്ടേ വരൂ. ഞാനും കൂടെ വരാം സതീഷ്. വേണ്ടെങ്കിൽ
വിമലെ, എനിക്ക് നിന്നെ ഉപദേശിക്കാൻ അർഹതയില്ല. പക്ഷെ ഒരുപാട് ജീവിതവും ഒത്തിരി ലോകവും കണ്ട അനുഭവം വെച്ച് ഞാൻ പറയുന്നത്, സ്വന്തം വീട്ടിൽ സ്വർഗം പണിയേണ്ടത് സ്ത്രീയുടെ കൈകൊണ്ടാണ്. കുടുംബജീവിതത്തിന്റെ ശക്തിയും താളവും സ്ത്രീയാണ്. നിന്നോട് ആര് പറഞ്ഞു ഞാനിവിടെ ഉണ്ടെന്ന്? ദൈവം. അല്ലെങ്കിൽ മുലപ്പാല് കുടിച്ച് കൊതി തീരും മുമ്പേ എന്നെ ചേട്ടനെ ഏൽപ്പിച്ചിട്ട് പോയ നമ്മുടെ അമ്മ. സതീഷ്, ദുഃഖം മറക്കാനല്ലേ ചേട്ടൻ കുടിക്കുന്നത്? എനിക്കുമുണ്ട് ദുഃഖം. ആ വീട്ടിൽ എനിക്കാരിയ്ക്കുന്നു? എന്റെ ചേട്ടനില്ലാത്ത വീട്ടിൽ എനിക്കെന്ത് കാര്യം? ഞാനാണ് പറഞ്ഞത് പോകാൻ. ഇത്രയും നാൾ ഞാൻ ചേട്ടൻ പറയുന്നതൊക്കെ അനുസരിച്ചില്ലേ? ഇന്ന് ഞാൻ അനുസരിക്കുന്നില്ല. സതീഷ്, കുറെ നാളായി ഞാൻ കാണുന്നു. ഭാര്യയും ഭർത്താവും തമ്മിൽ അംഗം വെട്ടുമ്പോൾ നോക്കി നിൽക്കുന്ന എനിക്ക് മുറിവേൽക്കുന്നില്ലെന്നാണോ ചേട്ടൻ വിചാരിക്കുന്നത്? നിങ്ങളോടൊപ്പം ഞാനും നേറുകയായിരുന്നു. എന്റെ മനസ്സിന്റെ നീട്ടിൽ നിന്നെ അറിയിക്കാതിരിക്കാനാണ് ഞാൻ ശ്രമിച്ചത്. നിന്നോട് ഞാനെങ്ങനെ എന്റെ കിടപ്പറ രഹസ്യങ്ങൾ പറയും? 5 വയസ്സായ എന്റെ മോളോട് ഞാൻ എങ്ങനെ എന്റെ ദുഃഖങ്ങൾ പറയും? എന്റെ ദുഃഖങ്ങൾ പങ്കുവയ്ക്കാൻ എനിക്ക് ആരുമില്ല. ഞാൻ ആരുമില്ല. ചേട്ടാ, നമ്മുടെ അമ്മ എന്നെ ഏൽപ്പിച്ചിട്ട് പോയ നിന്നെയും ഒരു തെറ്റും ചെയ്യാത്ത എന്റെ സുജമോളെ ഓർത്തിട്ടാണ് ഞാൻ ഇന്നും ജീവിച്ചിരിക്കുന്നത്. വരൂ ചേട്ടാ, നമുക്ക് വീട്ടിലേക്ക് പോകാം. നീ പോയിക്കോ, ഞാൻ നാളെ വരാം. ചെല്ല്.
എനിക്കിനി ആരുമില്ല വിമൽ. ഞാനെന്ത് സീനേട്ടാ